തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 17 പവനും 1 ലക്ഷം രൂപയും കവർന്നു. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി വീട്ടുകാർ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വീട്ടുകാർ സ്ഥലത്തില്ലാത്ത, അതായത് ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് പുറത്തുപോയ സമയത്ത് വീട്ടിൽ കവർച്ച നടക്കുന്നു. 17 പവനും 1 ലക്ഷം രൂപയും കവരുന്നു. ഈ വീടുമായി അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ച് കൃത്യമായി പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കുമോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിഴിഞ്ഞം പോലീസ് സംശയിക്കുന്നതും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ വിഴിഞ്ഞം വെണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബർട്ടിന്റെ വീട്ടിൽ മോഷണം നടക്കുന്നത് പുറലോകം അറിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗിൽബർട്ടിന്റെ സഹോദരി പുത്രൻ ഏതാനും ദിവസങ്ങൾക്ക് മരിച്ചിരുന്നു. അപ്പോൾ ഈ കുടുംബം, അതായത് ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയും ഈ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാത്രി ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് പതിവ്. ഒപ്പം മകൻ ബെൻസൺ ഇവിടെ ഇല്ല, അയാൾ ജോലി സംബന്ധമായ അഞ്ചലിലാണ് താമസം. അങ്ങനെ ഇരിക്കെ ഇന്ന് രാവിലെ വന്നപ്പോഴായിരുന്നു വീടിന്റെ മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ സംശയം തോന്നിയ വീട്ടുകാർ അകത്ത് പോയപ്പോൾ പുറം വാതിൽ ഉൾപ്പെടെ തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. വീടിന്റെ അലമാരകളെല്ലാം കുത്തി തുറന്ന് എല്ലാം വലിച്ചു വാരിയിട്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതിൽ ഗൗരവമായി അന്ന് ഉയർന്ന ഒരു വിഷയം ഉയർന്നത്, ഈ വീട്ടിൽ 90 പവനോളം സ്വർണ്ണമുണ്ടായിരുന്നു. അതായത് ഗിൽബർട്ടിന്റെ മുകളിലത്തെ മുറിയിൽ 90 പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നു. ഇതുൾപ്പെടെ പോയി എന്നുള്ളതായിരുന്നു ആദ്യം ഗിൽബർട്ട് മൊഴി നൽകിയിരുന്നത്. തുടർന്ന് ഗിൽബർട്ടിന്റെ മകൻ ബെൻസൺ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ആ സ്വർണം നഷ്ടപ്പെട്ടില്ല. വിമലകുമാരിയുടെ 17 പവനും 1 ലക്ഷം രൂപയുമാണ് താഴത്തെ മുറിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതേസമയം മോഷ്ടാക്കൾ മകന്റെ മുറിയിൽ എത്തിയിരുന്നെങ്കിലും, അതായത് ബെൻസന്റെ മുറിയിൽ എത്തിയിരുന്നെങ്കിലും അലമാരയുടെ താഴെ തട്ടിൽ സൂക്ഷിച്ചിരുന്ന അറ തുറക്കാത്ത കാരണമാണ് ആ സ്വർണം നഷ്ടപ്പെടാത്തത്. അല്ലെങ്കിൽ